الرحمن الرحيم الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونتوب إليه الصلاة والسلام على رسوله الأمين وعلى آله وأصحابه الطاهرين وأمهات المؤمنين رضي الله عنهم أجمعين. ആദരണീയരായ സഹോദരന്മാരെ സഹോദരിമാരെ, അള്ളാഹുവിന്റെ അതിഥികളായി പരിശുദ്ധ ഭൂമിയിലെത്തിയിട്ടുള്ള ഹാജിമാരെ ഹാജമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുസ്ലിം അവന്റെ ഈമാനിന്റെ പൂർത്തീകരണമായി നിർവഹിക്കുന്ന സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും ആവതുള്ള എല്ലാ മുസ്ലിമും പരിപൂർണ മുസ്ലിം ആവണമെങ്കിൽ നിർബന്ധമായും നിർവഹിക്കേണ്ട ഒരു കർമ്മത്തിനാണ് അള്ളാഹുവിന്റെ അലംഘനീയമായ വിധിയുടെ ഭാഗമായി ഹദ്റത്ത് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഉള്ളത് മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിച്ച് ആഫിയത്തോടുകൂടി തിരിച്ചു വരാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ഹജ്ജ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഉദ്ദേശ്യം എന്നാണ് അതിന്റെ അർത്ഥം. അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിക്കുക, അള്ളാഹുവിന്റെ ഭവനം ഉദ്ദേശിക്കുക. നമ്മളെല്ലാവരും അള്ളാഹുവിന്റെ ക്ഷണം സ്വീകരിച്ച് അള്ളാഹുവിന്റെ റഹ്മാനും റഹീമുമായ കാരുണ്യക്കടലായ പടച്ച തമ്പുരാന്റെ രാജാതിരാജന്റെ ദർബാറിലേക്ക് എത്തിയിരിക്കുകയാണ്. അവന്റെ കൊട്ടാരമാണ്, അവന്റെ ആതിഥേയത്വം സ്വീകരിച്ചിരിക്കുകയാണ് നമ്മൾ. ഈ ആതിഥേയത്വം സ്വീകരിക്കുന്ന ആളുകൾ ലോക ജനസംഖ്യയിൽ ഏകദേശം 3 മില്യൺ മനുഷ്യരാണ്. 30 ലക്ഷത്തോളം മനുഷ്യർ, 200 കോടിയോളം മുസ്ലിങ്ങളുടെ പ്രതിനിധികളായിട്ടാണ് ഹാജിമാരായി എത്തിയിട്ടുള്ള ആളുകൾ മക്കയിൽ എത്തിയിട്ടുള്ളത്. അവർ നിർവഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് മുസ്ലിം സമൂഹത്തിന്റെ ഒരു പ്രാതിനിധ്യം കൂടിയാണ്. സ്വയം നിലക്കൊരു ഇബാദത്ത് എന്ന നിലക്ക് മാത്രമല്ല, ഒരു പ്രാതിനിധ്യം കൂടി നിർവഹിക്കുകയാണ്. ഹജ്ജ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു മിനി ഇസ്ലാം എന്ന് പറയാം. നമുക്കൊരു ഇസ്ലാമിന്റെ ഒരു ഷോർട്ട് ടൈം രൂപം നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു ആരാധനയാണ് ഹജ്ജ് എന്ന് പറഞ്ഞാൽ. ഹജ്ജിൽ ഇസ്ലാമിന്റെ സമത്വമുണ്ട്, സമഗ്രതയുണ്ട്, ആത്മീയതയുണ്ട്, രാഷ്ട്രീയവും സാമൂഹികവും സാമ്പത്തികവുമായ കാര്യങ്ങളുണ്ട്. എല്ലാ കാര്യങ്ങളും ഉള്ളടങ്ങിയ ഒരു സമഗ്ര നിദർശനമായ ഇസ്ലാമിനെ വരച്ച് കാണിക്കുന്ന ആരാധനയാണ് ഹജ്ജ് എന്ന് പറയുന്നത്. അത് ഹജ്ജിന്റെ മാത്രം പ്രത്യേകതയാണ്. മറ്റു ആരാധനകളെ അപേക്ഷിച്ച് ഹജ്ജിന്റെ ഒരു പ്രത്യേകതയാണ് അതിന്റെ സമഗ്രത എന്ന് പറയുന്നത്. അതുകൊണ്ട് ഹജ്ജ് നമുക്ക് മൂന്നാമതായി നൽകുന്ന ഏറ്റവും പ്രധാനം, ഒന്ന് മുസ്ലിം സമൂഹത്തിന്റെ പ്രാതിനിധ്യം നിർവഹിക്കാൻ നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. രണ്ടാമത്തത് സമഗ്രമായ ഒരു ഇസ്ലാമിന്റെ സമഗ്രമായ ഇബാദത്ത് നിർവഹിക്കാൻ നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. മൂന്നാമത്തെ, നമുക്ക് നമ്മളെ കുറിച്ച് ഒരു ആത്മപരിശോധന നടത്താൻ, നമ്മൾ ആരാണ്, എന്താണ് നമ്മുടെ ദൗത്യം എന്നൊക്കെ വളരെ കൃത്യമായി രേഖപ്പെടുത്താൻ നമുക്ക് കഴിയുന്ന ഒരു കർമ്മമാണ്. ഒരു ആത്മപരിശോധനയുടെ രൂപം ഹജ്ജിന് നമുക്ക് കാണാൻ കഴിയും. നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കുക. നമ്മള് അടുത്ത ബുധനാഴ്ച മിനയിലേക്ക് പോവുകയാണ്. വ്യാഴാഴ്ച പ്രധാനപ്പെട്ട ധാരാളം കർമ്മങ്ങൾ മിനയിലേക്ക് തിരിച്ചു വരുന്നു. ദിവസങ്ങളിൽ ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ കർമ്മങ്ങളെല്ലാം നമ്മോട് വിളിച്ചു പറയുന്നത് മനുഷ്യന്റെ നശ്വരതയാണ്. നിങ്ങൾ ആലോചിച്ച്, നമ്മള് ഇഹ്റാമിലേക്ക് പ്രവേശിക്കുമ്പോൾ കുളിക്കുന്നു, ശരീരത്തിലെ മറ്റു രോമങ്ങൾ മറ്റെല്ലാം നീക്കം ചെയ്യുന്നു, നഖം മുറിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളെ കുളിപ്പിക്കുകയാണ്. അതിനുശേഷം നമ്മൾ കഫൻ ചെയ്യുകയാണ്. ഇഹ്റാം എന്ന് പറഞ്ഞാൽ കഫൻ പുടവയാണ്. വില കൂടിയ വസ്ത്രം കഫൻ പുടവക്കും ഇഹ്റാമിനും ഉപയോഗിക്കുന്നത് കറാഹത്താണ് എന്നാണ് ലോകത്തെ അധിക പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. കാരണം എന്താണ്? അത് ലാളിത്യത്തിന്റെ ഒരു പ്രതീകമാണ്. അതുകൊണ്ട് ഇഹ്റാമിനായാലും മനുഷ്യനെ കഫൻ ചെയ്യുന്ന സമയത്തും ലളിതമായ വില കുറഞ്ഞ വസ്ത്രങ്ങൾ ഉപയോഗിക്കുക എന്നതാണ് ഏറ്റവും ഉത്തമമായ കാര്യം എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നമ്മള് മരണത്തിന് വേണ്ടിയുള്ള ഒരുക്കം സ്വയം ഒരു റിഹേഴ്സൽ നടത്തുകയാണ്.
പിന്നെ നമ്മൾ പോകുന്നത് മിനയിലേക്കാണ്. മിനയിൽ ഒരാൾക്ക് ലഭിക്കുന്ന ഒരു സ്പേസ് എന്ന് പറയുന്നത് ആണ്. നമുക്കറിയാം, നമ്മൾ നല്ല നീളമുള്ള ഒരാള് കാലിനിട്ടി കടന്നാൽ മറ്റൊരാളുടെ ദേഹത്ത് തട്ടാവുന്ന അത്രയും സ്പേസ് ആണ് ഒരാൾക്ക് മിനയിൽ അനുവദിക്കാൻ കഴിയും. എന്ന് പറഞ്ഞാൽ നമ്മൾ ഖബറിൽ കിടക്കുകയാണ്. നമുക്ക് നമ്മളെ കുറിച്ച് ഒരു ആത്മപരിശോധന നടത്താൻ ധാരാളം സമയം അള്ളാഹു നൽകുകയാണ്. മിനയിൽ നമ്മൾ ദുൽഹജ്ജ് 9 അറഫയിലെത്തുന്നു. ഈ ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് അറഫ എന്ന് പറയും. ബാക്കി എല്ലാ കർമ്മങ്ങൾക്കും നഷ്ടപരിഹാരങ്ങളുണ്ട്. പക്ഷെ അറഫ ഒരാൾക്ക് മിസ്സായാൽ അയാൾക്ക് ഹജ്ജില്ല. പിന്നെ അടുത്ത വർഷം വീണ്ടും വന്ന് ഹജ്ജ് നിർവഹിക്കൽ നിർബന്ധമാണ്. അൽ ഹജ്ജു അറഫ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അറഫ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അറിഞ്ഞു, തിരിച്ചറിഞ്ഞു എന്നാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ അവനെ തിരിച്ചറിയുന്ന ഒരു ഭൂമിയാണ് അറഫ എന്ന് പറയുന്നത്. അതിന് ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവം കാണാം. ആദം അലൈഹിസ്സലാമും ഹവ്വയും ഭൂമിയിൽ കണ്ടുമുട്ടുകയും തിരിച്ചറിയുകയും ചെയ്ത സ്ഥലം എന്ന് പറയാറുണ്ട്. പക്ഷെ അതിന്റെ യഥാർത്ഥ പൊരുൾ എന്ന് പറയുന്നത്, ഹജ്ജിന്റെ യഥാർത്ഥ ആത്മാവ്, ചൈതന്യം, സ്പിരിറ്റ് എന്ന് പറയുന്നത് നമ്മളെ തിരിച്ചറിയലാണ്. നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്കറിയാം, ഓരോ മനുഷ്യനും ഒരു മഹ്ശറ കണക്കെ ആണ് അറഫയിൽ നിലകൊള്ളുക. നഫ്സി നഫ്സി എന്നാണ് എല്ലാവരുടെ ചുണ്ടുകളിൽ നിന്നും വരുന്ന പ്രാർത്ഥന എന്ന് പറയുന്നത്. എന്റെ കാര്യം പഠിച്ചോനെ, ഞാൻ രക്ഷപ്പെടൂലേ, കഴിച്ചിലാവൂലേ, എന്റെ കാര്യം എന്താവും എന്ന് ആലോചിച്ച് ഓരോരുത്തരും ഏങ്ങി ഏങ്ങി കരയുന്ന ഭൂമിയാണ് അറഫ എന്ന് പറയുന്നത്. ലോകത്ത് അനേകം മനുഷ്യർ അവരുടെ തൊലിയുടെ നിറം ഭേദമില്ലാതെ, ഭാഷാഭേദമില്ലാതെ, വർണ്ണഭേദമില്ലാതെ അള്ളാഹുവിന്റെ മുന്നിൽ ഏങ്ങി ഏങ്ങി കരയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ച, മഹ്ശറക്ക് മുമ്പേ നമ്മളെല്ലാവരും കൺകുളിർക്കെ കാണുന്ന ഒരു മഹ്ശറയാണ് അറഫ എന്ന് പറയുന്നത്. സ്വന്തം പിതാവ് അടുത്തുണ്ട്, മാതാവ് അടുത്തുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്. പക്ഷെ അവരൊന്നും ശ്രദ്ധിക്കാതെ അവനവന്റെ കാര്യത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു സന്ദർഭമാണ് അറഫയിൽ. മഹ്ശറയെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഭൂമിയാണ് അറഫ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മുസ്ദലിഫ എന്ന് പറയുന്നത് നമുക്കറിയാം. മുസ്ദലിഫ എന്ന് പറയുന്നത് അറഫയിൽ നമ്മൾ തിരിച്ച് മിനയിലേക്ക് വരുമ്പോൾ അന്ന് ദുൽഹജ്ജ് 9 രാത്രി രാപ്പറക്കേണ്ട ഒരു സ്ഥലമാണ്. ചില ആളുകൾക്ക് അവിടെ ഇരിക്കാനുള്ള സ്ഥലം ഉണ്ടാവും, അല്ലെങ്കിൽ അവിടെ നിൽക്കാനുള്ള സ്ഥലമാണ്. എങ്ങനെയായാലും അവിടെ അല്പസമയം നിൽക്കുക. ആ മഷ്അറുൽ ഹറാം എന്നാണ് വിശുദ്ധ ഖുർആൻ അതിനെ വിശേഷിപ്പിക്കുന്നത്. മഷ്അർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ബോധം എന്നാണ്, പവിത്രമായ ബോധം എന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മളെ കുറിച്ച് നമ്മുടെ നഫ്സിനെ കൂടുതൽ ശുദ്ധീകരിക്കാൻ തഖ്വയാണ് ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അതിന്റെ ഒരു നേട്ടം, അതിൽ ഉണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമായി അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് തഖ്വ ആണ്. നോമ്പിന്റെ ലക്ഷ്യവും അതാണ്, തഖ്വയാണ്. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ഫതസവ്വദു ഫഇന്ന ഖൈറസ്സാദി തഖ്വ. നിങ്ങൾ തഖ്വയുടെ പാതയം ഒരുക്കുക, അടിമുടി മുത്തഖീങ്ങളാവുക എന്നാണല്ലോ ഒരു വിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പണി എന്ന് പറയുന്നത്. മുത്തഖീങ്ങളായാലാണ് ഖുർആൻ നമുക്ക് നേരായ വഴി കാണാൻ കഴിയുകയുള്ളൂ. ഹുദല്ലിൽ മുത്തഖീൻ. അതുപോലെ ഏറ്റവും നല്ല വസ്ത്രം ഏതാണ്? വലിബാസു തഖ്വ ദാലിക ഖൈർ. തഖ്വയുടെ വസ്ത്രമാണ് ഏറ്റവും നല്ല വസ്ത്രം. തഖ്വക്ക് ഒരു പ്രത്യേക യൂണിഫോം ഒന്നുമില്ല, പക്ഷേ ധരിക്കുന്ന ഏത് വസ്ത്രത്തിലും തഖ്വ ഉണ്ടായിരിക്കണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. മൂന്നാമത്തെ ഏറ്റവും നല്ല പാതയം, ഭക്ഷണം ഏതാണ്? ഫതസവ്വദു ഫഇന്ന ഖൈറസ്സാദി തഖ്വ. തഖ്വയുടെ പാതയമാണ്. സ്വർഗമാർക്കുള്ളതാണ്. ഉഇദ്ദത്തുൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്കുള്ളതാണ്. അപ്പോ ഒരു വിശ്വാസിയുടെ ജീവിതം അടിമുടി തഖ്വയിൽ അധിഷ്ഠിതമാണ്. ആ തഖ്വ പുനർനിർമ്മിക്കുന്ന ഒരു കർമ്മമാണ് ഹജ്ജ് എന്ന് പറയുന്നത്. നമുക്കറിയാം, ധാരാളം സ്ത്രീകളും പുരുഷന്മാരും എല്ലാം ഇടകലർന്ന് നിർവഹിക്കുന്ന ഒരു കർമ്മമാണ്. അവർ വേർതിരിക്കാൻ കഴിയില്ല, അത്രയും തിരക്കുള്ള ഒരു സ്ഥലമാണ്. അപ്പോഴും മറ്റു ബോധങ്ങളൊന്നും ഇല്ലാതെ അള്ളാഹുവിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഹജ്ജ് എന്ന് പറയുന്ന ആ ഒരു വാക്കിന്റെ അർത്ഥം യഥാർത്ഥത്തിൽ സ്വാംശീകരിച്ചുകൊണ്ട് മറ്റു ബോധങ്ങളിൽ നിന്ന് മുക്തമായി അള്ളാഹു എന്ന ബോധത്തിലേക്ക്, അള്ളാഹു എന്ന ഒരു സാമീപ്യത്തിലേക്ക് മനുഷ്യൻ അടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഹജ്ജിന്റെ എല്ലാ കർമ്മങ്ങളുടെയും പൊരുൾ എന്ന് പറയുന്നത്. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെയും കുടുംബത്തിന്റെ ഒരു സ്മരണയാണല്ലോ ഹജ്ജിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത്. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? ഇത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് അള്ളാഹു ഒരു ആത്മമിത്രമായി സ്വീകരിച്ചു, ഒരു ഖലീലായി സ്വീകരിച്ചു എന്നാണ്. വളരെ ക്ലോസ്ഡ് ആയ ഒരു മനുഷ്യനായി ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ അള്ളാഹ് സ്വീകരിക്കാൻ. ഇതുപോലെയാണ് ഓരോ മനുഷ്യനും ഹജ്ജിനെത്തുന്ന ഓരോ ഹജിയും ഇബ്രാഹിം ആവുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടാണ്. അള്ളാഹിനോട് ചേർന്ന് നിൽക്കുക, ഖലീലുകളാവുക. അത്രമേൽ അള്ളാഹു പ്രിയപ്പെട്ടതാകുമ്പോഴാണ് ഒരാൾ അള്ളാഹുവിന്റെ ഖലീലായി മാറുന്നത്. അതുപോലെ തന്നെ ഓരോ ഹാജയും ഈ ഹജറയായി മാറുക,
അതുപോലെ തന്നെ ഓരോ യുവാവും ചെറുപ്പക്കാരനും ഇസ്മായിൽ അലൈഹി ഇസ്ലാമായി മാറുക. ഈ ഈ കുടുംബത്തെ എന്ന് പറഞ്ഞാൽ ഒരു ഇസ്ലാമിക കുടുംബം എങ്ങനെയാവണം, ഒരു മുസ്ലിം കുടുംബം എങ്ങനെയാവണം എന്ന് അള്ളാഹു ഒരു ചെറിയ കുടുംബത്തിന്റെ കഥയിലൂടെ, അതിന്റെ സ്മരണയിലൂടെ ലോകത്തെ മുഴുവൻ മുസ്ലിങ്ങളുടെയും കുടുംബത്തെ ഡിസൈൻ ചെയ്യുകയാണ് ഹജ്ജിലൂടെ നമുക്ക് ചെയ്യുന്നത്. എങ്ങനെ ഭർത്താവ് എങ്ങനെയാവണം, ഭാര്യ എങ്ങനെയാവണം, മക്കൾ എങ്ങനെയാവണം എന്നൊക്കെ വളരെ പ്രധാനമായും പഠിപ്പിച്ചു തരുന്ന ഒരു കർമ്മം കൂടിയാണ് ഹജ്ജ് എന്ന് പറയുന്നത്. കാരണം നമ്മുടെ വ്യക്തി ജീവിതത്തിന്റെ ആത്മപരിശോധന മുതൽ കുടുംബവും സാമൂഹികവും രാഷ്ട്രീയവുമായ തലങ്ങളെ മുഴുവൻ വരച്ചു കാണിക്കുന്ന ഒരു 360 ഡിഗ്രി ഉള്ള ഒരു കർമ്മമാണ്, ഒരു ഇബാദത്താണ് ഹജ്ജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം, ഇതിൽ നമ്മൾ നിർവഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടാണ് തവാഫ് എന്ന് പറയുന്നത്. നമുക്കറിയാം, എല്ലാ വസ്തുക്കളും ഭൂമിയിലെ ജീവജാലങ്ങൾ കറങ്ങുന്ന ആ ഒരു കറക്കത്തോട് നമ്മൾ താതാമ്യം ചെയ്യുകയാണ്. നമ്മളിങ്ങനെ വലയം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സൗരയുധത്തിലൂടെ ഗ്രഹങ്ങൾ കറങ്ങുന്നത് പോലെ, അതുപോലെ തന്നെ ഓർബിറ്റുകളിലൂടെ അണുക്കൾ കറങ്ങുന്നത് പോലെ നമ്മൾ കഅബയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായ ഹജറുൽ അസ്വദിനെ ഇടതുഭാഗത്താക്കി നമ്മൾ അതിനെ വലയം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അള്ളാഹുവിനെ സെൻട്രൽ പോയിന്റിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് നമ്മൾ വലയം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ തന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അള്ളാഹുവാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു കർമ്മമാണ് തവാഫ്. ആ അള്ളാഹുവിന് ചുറ്റും നമ്മളിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നതാണ് തവാഫിന്റെ പൊരുൾ എന്ന് പറയുന്നത്. കാരണം ഒരു ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചെത്തിയാലും അള്ളാഹുവിന്റെ കൽപ്പനകൾക്കനുസരിച്ച് അള്ളാഹുവിന്റെ ആ വലയത്തിലൂടെ സഞ്ചരിക്കാൻ അവൻ തയ്യാറാവുന്നതിന്റെ പ്രതീകമാണ് തവാഫ് എന്ന് പറയുന്നത്. അതുപോലെ സഴി നമുക്കറിയാം, ഒരു മാതാവ് ഒരു മകന് വേണ്ടി, അതൊരു കൈക്കുഞ്ഞിന് വേണ്ടി അല്പം വെള്ളം തേടി നടത്തുന്ന ഒരു അത്യാശങ്കയുള്ള ഒരു കറക്കമുണ്ട്, ഒരു നടത്തമുണ്ട്, ഒരു ഓട്ടം. സഫാ മർവക്കട, ഇന്ന സഫ വൽ മർവത മിൻ ശഅഇരില്ലാഹ് വമൻ ഹജ്ജൽ ബൈത അവ ഇഅ്തമറ ഫലാ ജുനാഹ അലൈഹി എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ സഫയും മർവയും നല്ല കുത്തനെയുള്ള മലകളാണ്. ആ മലകൾക്ക്, രണ്ട് മലകൾക്കിടെ കയറി ഇറങ്ങി ഒരു തന്റെ കുഞ്ഞിന്റെ ജീവൻ നിലനിർത്താൻ ഒരു മാതാവ് നടത്തുന്ന വലിയൊരു ത്യാഗമുണ്ട്. ആ ത്യാഗം നമുക്കൊരു മാതാവിന്റെ ഹൃദയത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ മാത്രമാണ് നമുക്കത് മനസ്സിലാവുന്നത്. ഒടുവിൽ മാതാവ് മർവയുടെ മുകളിൽ നിന്നുകൊണ്ട് കഅബയിലേക്ക് നോക്കി തന്റെ കുഞ്ഞിന്റെ ആ വേഗതയേറിയ കാലിന്റെ വേഗത കുറയുന്നത്, ആ കുഞ്ഞിനെ ദാഹിച്ചുകൊണ്ട് വലഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് കണ്ട് തന്റെ റബ്ബിൽ പരമേൽപ്പിക്കുകയാണ്. പടച്ചോനെ, എന്നെ കൊണ്ടൊരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം അന്വേഷണം ഞാൻ നടത്തി എന്റെ കുട്ടിയെ നിന്നെ ഏൽപ്പിക്കുകയാണ്. ആ പ്രാർത്ഥന അല്ലാഹു കേൾക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആജറക്കും ഇസ്മായിലിനും മാത്രമല്ല ലോകത്തിന് മുഴുവൻ മതിയായ വെള്ളം അവിടെ ഉണ്ടാക്കുകയാണ്. മാഉ സംസം എന്നാണല്ലോ അതിന് പറയാ. സംസം എന്ന് പറഞ്ഞാൽ സുറിയാനി ഭാഷയാണെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. നിക്കു, സ്റ്റോപ്പ് സ്റ്റോപ്പ് എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ ലോകത്തിന് മുഴുവൻ മതിയായ വെള്ളമായി വെള്ളം ഉണ്ടാവും. അതിന് വലിയ അർത്ഥതലങ്ങളുണ്ട്, പുണ്യമുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാഉ സംസം ലിമാ ശുരിബ ലഹു, എന്തിനു വേണ്ടിയാണോ സംസം കുടിക്കുന്നത് അതിനു വേണ്ടിയാണെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിച്ചിട്ടുണ്ട്. കാരണം അത്രയും പുണ്യകരമായ ഒരു ജലമാണ് സംസം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഹാജി സംസം കുടിക്കൽ ഏറ്റവും സുന്നത്തായ കാര്യമാണ്. തവാഫ് കഴിഞ്ഞ് മക്കാമു ഇബ്രാഹിമിന്റെ പിൻഭാഗത്ത് വന്ന് 2 റക്അത്ത് നമസ്കരിക്കുക. വളരെ ലഘുവായ നമസ്കാരമാണ് അവിടെ നിസ്കരിക്കേണ്ടത്. കാരണം എന്താണ്, തന്റെ ബാക്കിലുള്ള ആളുകൾക്കും അവിടെ നിസ്കരിക്കണം, അവർക്ക് വേണ്ടി സൗകര്യം ചെയ്തു കൊടുക്കണം. ഇത് ഹജ്ജിന്റെയും ജീവിതത്തിന്റെ ഒരു സന്ദേശമാണ്. മറ്റുള്ളവർക്ക് വേണ്ടി എളുപ്പമാക്കി കൊടുക്കുക, സൗകര്യം ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഹജ്ജിന് ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണഗണമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനുശേഷം സംസം കുടിക്കുക. സംസം കുടിക്കുമ്പോൾ നിന്നും ഇരുന്നും സംസം കുടിക്കാവുന്നതാണ്. 2 രീതിയിലും ഹജ്ജിന്റെ സന്ദർഭങ്ങളിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സംസം കുടിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. പിന്നീട് സഴിയാണ്. സഴി ഞാൻ തപിക്കുന്ന ഹൃദയത്തോടുകൂടി പടച്ചവനെ മാത്രം ഹൃദയത്തിൽ വിചാരിച്ചുകൊണ്ട് ഒരു ധ്യാന നിമഗ്നമായ ധ്യാന മനസ്സോടുകൂടി നടത്തേണ്ട കർമ്മമാണ് സഴി എന്ന് പറയുന്നത്. അതൊരു പരിശ്രമമാണ്. തന്റെ ജീവിതത്തിൽ അള്ളാഹുവിന് വേണ്ടി നടത്തുന്ന എല്ലാ പരിശ്രമങ്ങളെയും മുഴുവൻ സംശീകരിച്ചുകൊണ്ട് തപിക്കുന്ന ഹൃദയത്തോടുകൂടി അള്ളാഹുവിലേക്ക് ലയിച്ചു ചേരാനുള്ള മനുഷ്യന്റെ ഏറ്റവും വലിയ പരിശ്രമമാണ് സഴി എന്ന് പറയുന്നത്. സഴിന് ശേഷം നമുക്കറിയാം, നമ്മൾ തഹല്ലുൽ ചെയ്യുന്നു, മുടി കളയുന്നു, അതുപോലെ ബലിയറുക്കുന്നു. ബലിയറുക്കുക എന്ന് പറയുന്ന ഹജ്ജിമാരോട് എനിക്ക് പറയാനുള്ളത്, നമ്മള് മിക്കവാറും തമത്തുവിന്റെ ഇഹ്റാമായിരിക്കും നടത്തിയിരിക്കുക. ബലി നമുക്ക് നിർബന്ധമായിരിക്കും. അല്ലെങ്കിലും ബലിയറുക്കുക എന്ന സുന്നത്തായ കർമ്മം നമ്മൾ നിർവഹിക്കുകയും
ഇബ്രാഹിം അലൈഹി ഇസ്ലാമും ഇസ്മായിൽ അലൈഹി ഇസ്ലാമും ഹാജറും ചെയ്ത എല്ലാ കർമ്മങ്ങളും നമ്മൾ ചെയ്യും. ചില ആളുകൾ ബലി മാത്രം അറക്കാതെ തിരിച്ചു പോരുന്ന നമുക്ക് കാണാൻ കഴിയും. അതും നമ്മൾ വിശ്വസനീയമായ ഏജൻസികളെ ഏൽപ്പിച്ചുകൊണ്ടാണ് അവിടെ നടക്കുക. അങ്ങനെ നടത്തി ബലികർമ്മത്തിലും നമ്മൾ പങ്കാളികളാവുക. കാരണം ബലികർമ്മം എന്ന് പറയുന്ന ലോകത്ത് ഒരു ആദർശ ജീവിതത്തിന് വേണ്ടി ഒരു മനുഷ്യൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ നടത്തുന്ന ത്യാഗത്തിന്റെ ഏറ്റവും വലിയ ഒരു പീക്കാണ്, ഒരു പാരമ്യതയിലുള്ള ഒരു കർമ്മമാണ് ബലി എന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കുക, തന്റെ മകനെ ബലിയിറക്കണം എന്ന് സ്വപ്ന ദർശനം ഉണ്ടായപ്പോ ഇബ്രാഹിം അലൈഹി ഇസ്ലാം രണ്ടാമതും മൂന്നാമതൊന്നും ആലോചിച്ചില്ല. അള്ളാന്റെ കൽപ്പനയാണ് എന്ന് വിചാരിച്ച് മകൻ അറക്കാൻ വേണ്ടി പുറപ്പെടുകയാണ്. മാതാവ് അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുകയാണ്. എന്നിട്ട് ഒരു മലയുടെ ഒരു മുകളിൽ എത്തിക്കൊണ്ട് ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനെ കടത്തുമ്പോൾ മകൻ പറയാണ്, നിങ്ങൾ ആലോചിച്ചു നോക്കുക, പിതാവേ, നിങ്ങൾ എങ്ങനെയാണോ അള്ളാഹു നിങ്ങളോട് കൽപ്പിച്ചത് അങ്ങനെ ചെയ്യുക. എന്റെ കാര്യത്തിൽ നിങ്ങളൊരു ബേജാറുമാവേണ്ടതില്ല. നിങ്ങൾ എന്നെ കമിഴ്ത്തി കടത്തുക. കാരണം മുഖം കണ്ടുപോയാൽ ഒരുപക്ഷെ നിങ്ങളുടെ വേഗത കുറഞ്ഞാലോ അല്ലെങ്കിൽ അറക്കാൻ നിങ്ങൾക്ക് തോന്നാതിരുന്നാലോ, അതുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനകൾ അതേപോലെ നിർവഹിക്കുക എന്ന് പറഞ്ഞ മകന്റെ ഒരു മാസ്മരികമായ ത്യാഗം നമുക്ക് അവിടെ കാണാൻ കഴിയുന്നു. അതുപോലെ ഈ ത്യാഗം കണ്ട അർശ് വിറച്ചു എന്നാണ് ചരിത്രം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ചില ത്യാഗങ്ങൾ അങ്ങനെയാണ്. അള്ളാഹുവിന്റെ സിംഹാസനം പറക്കുന്ന ത്യാഗങ്ങളുണ്ട്. ചില മരണങ്ങളും രക്തസാക്ഷിത്വങ്ങളും അങ്ങനെയാണ്. മരണപ്പെട്ട ദിവസം അർശ് വിറച്ചു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. അപ്പോ അത്രമേൽ വലിയ ത്യാഗമാണ്, ആകാശം വിറച്ചുപോയ ത്യാഗം. ആ ത്യാഗം കണ്ട് അള്ളാഹു അതിൽ സംതൃപ്തനായി ഒരു ആടിനെ ബലിയെറുക്കാൻ കൊടുക്കുകയാണ്. ഇബ്രാഹിം ജിബ്രീൽ അലൈഹി ഇസ്ലാം വന്നുകൊണ്ട് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ആടിനെ കൈമാറുകയാണ്. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് ചൊല്ലി ഇബ്രാഹിം അലൈഹിസ്സലാം അതിനറുക്കാൻ സന്നദ്ധമാവുകയാണ്. അപ്പൊ ഇസ്മായിൽ അലൈഹിസ്സലാം അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്, പെരുന്നാളിൽ നമ്മൾ ചെല്ലുന്ന ഈ തക്ബീറിൽ മൂന്ന് മനുഷ്യരുടെ, ഒരു മലക്കിന്റെയും രണ്ട് മനുഷ്യരുടെയും വാക്യങ്ങൾ നമുക്ക് ചേർത്ത് വെച്ചത് കാണാൻ കഴിയും. എന്ന് പറഞ്ഞാൽ ആകാശവും ഭൂമിയും ഇത്രമേൽ ചേർന്ന് നിന്ന ഒരു സന്ദർഭം ലോകത്തുണ്ടായിട്ടില്ല. അത്രമേൽ ആകാശവും ഭൂമിയും ചേർന്ന് നിന്ന ത്യാഗമാണ് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ഹാജിമാരെ, ഹജകളെ, നമ്മൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ പ്രീതി മാത്രം ഉദ്ദേശിച്ചു വന്ന ആളുകളാണ്. അള്ളാഹുവിന്റെ പ്രീതി അല്ലാത്ത ഒന്നും നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല. നമ്മൾ അള്ളാഹുവിന് വേണ്ടി ഹജ്ജും ഉംറയും പൂർത്തീകരിക്കാൻ വന്ന ആളുകളാണ്. ഈ ഹജ്ജില് ചൊല്ലൽ നിർബന്ധമായ ഒറ്റ കർമ്മവുമില്ല, എല്ലാം ശാരീരികമായ കർമ്മങ്ങളാണ്. പക്ഷേ അതേസമയം ഹജ്ജിന്റെ ആത്മാവ് എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. നമ്മൾ മനസ്സുരുകി പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക. നമ്മൾ ഓരോ സമയം തവാഫിന്റെ ഒരു റൗണ്ടിൽ അവനവന് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയുടെ ഓർഡർ അങ്ങനെയാണ്. ഇബ്രാഹിം അലൈഹി ഇസ്ലാം തന്നെ പ്രാർത്ഥിച്ചത് അങ്ങനെയാണ്. റബ്ബി ഗ്ഫിർലി വലിവാലിദയ്യ വലിൽ മുഅ്മിനീന യൗമ യഖൂമുൽ ഹിസാബ്. എനിക്ക്, എന്റെ മാതാപിതാക്കൾക്ക്, ലോകത്തെ മുഴുവൻ വിശ്വാസികൾക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാ എന്നാണ്. അന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അവനവന് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. എന്റെ കാര്യമാണ് ഞാൻ പറയേണ്ടത്. എന്റെ സ്വർഗപ്രവേശം, എന്റെ ആക്കിബത്ത് നന്നാക്കാൻ, എന്റെ ആഫിയത്തിനു വേണ്ടി, എന്റെ പാപമോചനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക. പിന്നെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ, അതിൽ മാതാപിതാക്കൾ വളരെ പ്രധാനപ്പെട്ട. പ്രാർത്ഥന നടത്തിയത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് മാതാപിതാക്കളെ നമ്മൾ സ്മരിക്കാത്ത പ്രാർത്ഥന എന്ന് പറയുന്ന അന്തികേടുള്ള പ്രാർത്ഥനയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ മാതാപിതാക്കൾ, നമ്മുടെ ഇണതുണകൾ, അതുപോലെ മക്കൾ, ബന്ധുക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. മൂന്നാമത് നമുക്കറിയാം, നമ്മുടെ ലോകത്തെ മുസ്ലിം ഉമ്മത്തിന് വേണ്ടി പ്രാർത്ഥന. ഈ ലോകത്ത് വളരെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഫലസ്തീനിലെ സഹോദരന്മാർ, സഹോദരിമാർ പട്ടിണി കടന്നുകൊണ്ടും വലിയ പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അവർക്ക് വേണ്ടി. അതുകൊണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, ഇന്ത്യയിലും മറ്റുമൊക്കെയുള്ള ധാരാളം മുസ്ലിം സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക എന്ന് പറയും. കാരണം മുസ്ലിങ്ങളുടെ പ്രതിനിധികളായിട്ടാണ് ഭാഗ്യവശാൽ നമ്മൾ അവിടെ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ലോകത്തെ മുഴുവൻ മുസ്ലിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കൽ നമ്മുടെ ബാധ്യതയാണ്. അത് ഹജ്ജിന്റെ വേളയിൽ നമ്മൾ നിരന്തരം നിർവഹിച്ചുകൊണ്ടിരിക്കുക. നമുക്കറിയാവുന്ന ഭാഷയിൽ ഹൃദയത്തിന്റെ തേങ്ങലാണ് പ്രാർത്ഥനയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇപ്പൊ അറബിയില് ചില ആളുകൾ വളരെ ബുദ്ധിമുട്ടി മനപ്പാടാക്കി പ്രാർത്ഥിക്കുന്നതൊക്കെ കാണാം, അർത്ഥം അറിയില്ല. അങ്ങനൊന്നും പ്രയാസപ്പെടേണ്ടില്ല. കാരണം നമ്മുടെ ഏത് ഭാഷയും ഹൃദയത്തിൽ നിന്റെ അടിത്തട്ടുന്ന റബ്ബേ എന്നൊരാൾ വിളിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് കേൾക്കും. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രാർത്ഥന എന്റെ റബ്ബേ എന്ന വിളിയുള്ള പ്രാർത്ഥനയാണ്. പ്രവാചകന്മാരുടെ പ്രാർത്ഥന എല്ലാം വിശുദ്ധ ഖുർആൻ ഉദ്ധരിച്ചത് റബ്ബേ റബ്ബേ എന്ന് വിളിച്ചവർ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. അതുകൊണ്ട് നമുക്ക് ഏത് ഭാഷയിലും ഹൃദയത്തിന്റെ സാന്നിധ്യത്തോടു കൂടി നമ്മൾ നടത്തുന്ന പ്രാർത്ഥന അള്ളാഹ് കേൾക്കും. അത് അള്ളാഹു വളരെ പുണ്യകരമായി രേഖപ്പെടുത്തും.
കാരണം ഒരാൾ എല്ലാ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലങ്ങളും ഹജ്ജുമായി ബന്ധപ്പെട്ടതാണ്. അറഫ, മനുഷ്യൻ എന്തൊക്കെ ചോദിച്ചോ അതവൻ എടുത്തു കൊടുക്കും. മൂന്നാളുകളുടെ പ്രാർത്ഥന അല്ല കേൾക്കൂല. ഒന്ന് ഹറാമ് സമ്പാദിച്ചാൽ, ഹറാമ് ഭക്ഷിച്ചാൽ, അതുപോലെ രണ്ടാമത്തത് നമസ്കാരം ഒഴിവാക്കിയാൽ, മൂന്നാമത്തെ കുടുംബ ബന്ധം വിച്ഛേദിച്ചാൽ. ഈ മൂന്ന് മനുഷ്യരല്ലാത്ത ആര് അറഫയിൽ നിന്ന് പ്രാർത്ഥിച്ചാലും അവൻ അള്ളാഹു ആ എന്താണോ പറഞ്ഞത് അത് ചിലപ്പോൾ ഉടനെ നൽകും, ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നൽകും. പക്ഷെ എടുത്തു കൊടുക്കുന്ന ഭൂമിയാണ് അറഫ. മിന പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ഭൂമിയാണ്. മുസ്ദലിഫ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ഭൂമിയാണ്. അതുപോലെ തന്നെ മതാഫ്, മസ്അ, ഇതെല്ലാം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ഭൂമിയാണ്. അതുകൊണ്ട് ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന ഭൂമിയിൽ വെച്ചുകൊണ്ട് നമ്മൾ ധാരാളമായി പ്രാർത്ഥിക്കുക എന്നതാണ് ഹജ്ജിന്റെ ചൈതന്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുപോലെ അവസാനമായി എനിക്ക് പറയാനുള്ളത്, നമ്മളൊരു ആത്മീയമായ വിചിന്തനം നടത്തുക, നമ്മൾ നമ്മളെ തന്നെ അളക്കുക, നമ്മളൊരു ആത്മീയമായ പോരാട്ടം നടത്തുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് ഒറ്റ ശത്രുവേ ഉള്ളൂ, അത് പിശാചാണ്. പിശാച് നിങ്ങളുടെ ശത്രുവാണെന്ന് വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ശത്രുവിനെതിരെയുള്ള നിലക്കാത്ത പോരാട്ടത്തിന് തുടക്കം കുറിക്കുന്ന ഭൂമിയാണ് ഹജ്ജ് എന്ന് പറയുന്നത്. ജംറയിൽ നിങ്ങൾ എറിയുന്നു, 3 ജംറയിൽ നമ്മൾ എറിയാണ്. 7 കല്ലുകൾ വീതം 3 ജംറയിൽ ദിവസങ്ങൾ നമ്മൾ എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എറിയുന്ന എന്താണ്? നമ്മുടെ ജീവിതത്തിലെ പൈശാചികതയെ എറിഞ്ഞ് നമ്മൾ പരാജയപ്പെടുത്തുകയാണ്. ചില ആളുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും, ബാഗ് കൊണ്ടും വടി കൊണ്ടൊക്കെ എറിയുന്ന കാണാം. പിശാച് അവിടെ നിൽക്കുന്നു എന്ന പ്രതീതിയിലാണ് ആളുകൾ എറിയുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ നമ്മുടെ ഹൃദയത്തിലുള്ള പിശാചിനെടുത്ത് വലിച്ചെറിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ചെറിയ കല്ലാണ് ജംറയിൽ എറിയാൻ ഉപയോഗിക്കേണ്ട. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടത്തെ ജംറയിൽ എറിയാനുള്ള കല്ലെടുത്ത് കൊടുത്തത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ്. അങ്ങനെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, നബിയെ ചെറിയ കല്ലാണ്, ഇനി വലുത് വേണോ, ചെറുതായി പോയോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ നബി പറയാണ്, ലാ തഗ്ലൂ ഫീ ദീനിക്കും, നിങ്ങൾ നിങ്ങളുടെ ദീനിൽ അതിര് കവിയരുത്. ഇത് തന്നെ ധാരാളമാണ്. ചെറിയ കല്ലുകൊണ്ട് എറിയാൻ ഒരു പ്രതീകമാണ്. ഇനി ഒരിക്കലും പിശാചിന്റെ ഹസദ്, കിബർ, റിയാ, അനേകം ദുർഗുണങ്ങൾ നമ്മൾ എടുത്തിങ്ങനെ വലിച്ചെറിയാണ് ജംറയിൽ. അല്ല, തന്റെ മകനെ ബലിയെറുക്കാൻ പോകുമ്പോ പിന്തിരിപ്പിച്ച പിശാചിനെ ആട്ടി അടിച്ചതുപോലെ തന്റെ ദേഹത്തേക്ക് ഇച്ഛകളായി, താല്പര്യങ്ങളായി കടന്നു വരുന്ന പൈശാചിക ചാബല്യങ്ങളെ ഉടഞ്ഞെറിയാനുള്ള പരിശ്രമത്തിന്റെ തുടക്കമാണ് നമ്മുടെ ജംറയിലെ ഏറ് എന്ന് പറയുന്നത്. പൈശാചികതക്കെതിരെയുള്ള സമരം നമ്മുടെ നാട്ടിൽ തിരിച്ചെത്തി വന്നാലും നമ്മളെ പ്രലോഭിപ്പിക്കുന്ന അനേകം ഘടകങ്ങളുണ്ട്. അതുകൊണ്ട് അള്ളാഹു എന്നാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഹജ്ജിൽ. ഒരു ഹാജിക്ക് ചെല്ലൽ ഏറ്റവും കൂടുതൽ സുന്നത്തായ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഹജ്ജിന് പോകാത്ത ആൾ, നാട്ടിലുള്ള ആളുകൾക്കും ദുൽഹജ്ജ് 10 ദിവസങ്ങളിൽ ചെല്ലൽ ഏറ്റവും പ്രധാനമായും പുണ്യകരമായ ദിക്റും ഈ ദിക്ർ തന്നെയാണ്. നമ്മൾ ചെല്ലുന്ന തൽബിയത്ത് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക ലാ ശരീക ലഹ് എന്ന് പറഞ്ഞ കറകളഞ്ഞ തൗഹീദിന് വേണ്ടി ഇബ്രാഹിം അലൈഹിസ്സലാം സ്വന്തം വിട്ടിറങ്ങിയിട്ടുണ്ട്. അനേകം കാലങ്ങൾ നടന്നിട്ടുണ്ട്, അനേകം പരീക്ഷണങ്ങൾ താണ്ടിയിട്ടുണ്ട്. എന്തിനാണ്? അള്ളാഹ്ക്ക് വേണ്ടി മാത്രം എഴുന്നേറ്റ് എന്നതുകൊണ്ട്. തന്റെ പിതാവിനോടാണ് ആദ്യം കലഹിച്ചത്, പിതാവെ, ഒരു ഉപകാര ഉപദ്രവവും ഇല്ലാത്ത ഈ വിഗ്രഹങ്ങളെ, ഈ ശക്തികളെ നിങ്ങൾ എന്തിനാണ് ആഗ്രഹിക്കുന്നത്? അവർ നമ്മളെപ്പോലുള്ള ആളുകളാണ്, അവർക്ക് ഒരു ഉപകാര ഉപദ്രവം നമുക്ക് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് സാക്ഷാൽ അള്ളാഹുവിനെ മാത്രം നിങ്ങളെ ഇബാദത്ത് ചെയ്യുമെന്ന ശുദ്ധ തൗഹീദ് പ്രബോധനം ചെയ്തതിന്റെ പേരിൽ വിടുവിട്ടിറങ്ങി കാലങ്ങൾ നടന്ന് പല നാഗരികതകൾ താണ്ടി ഇസ്ലാമിന്റെ പ്രബോധനം എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് നിർവഹിച്ച ഇബ്രാഹിമിന്റെ സന്ദേശം ഹജ്ജ് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കുക. അതുകൊണ്ട് ഹജ്ജിമാർക്ക് റസൂലുള്ളാഹി നൽകിയ ഒരു വസിയത്തുണ്ട്. ഹജ്ജ് ചെയ്യാമെന്ന ലക്ഷങ്ങളായ മനുഷ്യരെ അഭിസംബോധന ചെയ്തുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞ ഒറ്റ വസിയത്തേ ഉള്ളൂ, ഫൽയുബല്ലിഗു ഷാഹിദുൽ ഗായിബ. ഇവിടെ ഹാജറുള്ളവൻ ഹാജറില്ലാത്തവർക്ക് ഇസ്ലാം എന്ന് പറയുന്ന മഹത്തായ സന്ദേശം എത്തിച്ചു കൊടുക്കുക എന്നാണ്. അതുകൊണ്ട് ഇസ്ലാമിനെ അതിന്റെ ഒരു സൗന്ദര്യത്തിൽ, അതിന്റെ ഏറ്റവും ചെറിയ ഒരു സൗന്ദര്യത്തെ ഒരു കാരിക്കേച്ചർ രൂപത്തിൽ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഹജ്ജ് നിർവഹിച്ച ആളുകൾ തിരിച്ചു വരുന്നത്. അതുകൊണ്ട് ഇസ്ലാമിന്റെ സൗന്ദര്യം ലോകത്തെ മുഴുവൻ ആളുകൾക്കും എത്തിച്ചു കൊടുക്കാൻ, നമ്മുടെ അയൽപ്പക്കത്ത്, നമ്മുടെ കടയിൽ ജോലി ചെയ്യുന്ന, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന മുസ്ലിങ്ങളല്ലാത്ത ആളുകൾക്ക് ഇസ്ലാമിൽ എത്തിച്ചു കൊടുക്കുക എന്ന ബാധ്യത റസൂലുള്ളാഹി അറഫയിൽ വെച്ച് ലോകത്തെ മുഴുവൻ മനുഷ്യർക്കും അന്ന് ഹാജിമാരായ ആളുകളെ സാക്ഷി നിർത്തി റസൂലുള്ളാഹി നൽകിയ വസിയത്താണ്. അതുകൊണ്ട് ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന ആളുകൾ നാട്ടിൽ ഇസ്ലാമിക പ്രബോധകരും പ്രവർത്തകരുമായി മാറാനുള്ള പരിശ്രമങ്ങൾ നടത്തുക. കാരണം റസൂലുള്ളാഹിന്റെ വസിയത്ത് ഈ സന്ദേശം എത്തിച്ചു കൊടുക്കുക എന്നാണ്. നിങ്ങൾ മദീനയിൽ പോകുമ്പോൾ പറയാം ബാബുസലാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സലാം പറയുന്ന
അവിടുത്തെ ഖബറിലേക്ക് സലാം പറഞ്ഞ് പുറത്തിറങ്ങുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെയായിരുന്നു അബു അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീടുണ്ടായിരുന്നത്. പക്ഷെ അയ്യൂബുൽ അൻസാരിയുടെ ഖബർ എവിടെയാണ്? ഇസ്താംബൂളിലാണ്, തുർക്കിയിലാണ്. അങ്ങനെ അത്രയും കാലം അകലെ എങ്ങനെ എത്തിയെന്ന് ചോദിച്ചാൽ ഈ മഹത്തായ സന്ദേശം എത്തിച്ചു കൊടുക്കാൻ അദ്ദേഹം നടത്തിയ യാത്രയും പ്രയാണവുമാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് ഓരോ ഹജ്ജി അറഫയിൽ നിന്ന്, മുസ്ദലിഫയിൽ നിന്ന്, മിനയിൽ നിന്നെല്ലാം സ്വീകരിച്ചു വരേണ്ട ഊർജം ഇസ്ലാമിനെ ഒരു തലത്തിലും ഒരു കുറവും വരുത്താതെ, ഒരു കടുകുമണിയോളം വിട്ടുവീഴ്ച ചെയ്യാതെ തന്റെ ജീവിതത്തിലും താൻ ജീവിക്കുന്ന സമൂഹത്തിലും പ്രതിജ്ഞാനം ചെയ്യും. ഷഹാദത്തെ ഹക്ക്, സത്യസാക്ഷ്യം നിർവഹിക്കുമെന്ന പ്രതിജ്ഞയോടുകൂടിയാണ് നമ്മളെല്ലാവരും തിരിച്ചു വരേണ്ടത്. അതിന് നിമിത്തമാകുന്ന ഹജ്ജായി നമ്മുടെ ഹജ്ജ് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നമുക്കറിയാം, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ആളുകളുണ്ട്. നമ്മൾ മിനയിലേക്ക് പോകുമ്പോൾ, നമ്മള് അറഫയിലേക്ക് പോകുമ്പോൾ, മുസ്ദലിഫ് പോകുമ്പോൾ ലോകത്തെ ഈ മനുഷ്യർ നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ ചേർക്കണം. നമുക്കറിയാം, 10,000-കണക്കിന് സ്ത്രീകൾ കുടിവെള്ളമില്ലാതെ, അതുപോലെ കുളിക്കാൻ വെള്ളമില്ലാതെ തലമുണ്ടനം ചെയ്തിരിക്കുന്ന ഗസ, അതുപോലെ തന്നെ ധാരാളം പ്രദേശങ്ങൾ, പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധ ഖുദ്സിന്റെ മോചനത്തിനു വേണ്ടി പോരാടുന്ന പോരാളികൾ, അവരൊക്കെ നമ്മുടെ പ്രാർത്ഥനകളിൽ ഉണ്ടാവുക. അവർക്ക് വേണ്ടി എല്ലാം നമ്മൾ പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ജനതയ്ക്ക് നിശ്ചയദാർഢ്യവും ഇസ്തിഖാമത്തും സബറും വിജയവും പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിക്കുന്ന കാലം അത്രയും അവന്റെ സംരക്ഷണത്തിലും കാവലിലും തൃപ്തിയിലും പൊരുത്തത്തിലും ജീവിക്കാനുള്ള ഭാഗ്യം നമുക്ക് എല്ലാവർക്കും അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ഹാജിമാരായി എത്തുന്ന ആളുകളുണ്ട്, അവർക്ക് ഖിദ്മത്ത് ചെയ്യാൻ തനിമ പോലെയുള്ള ധാരാളം വളണ്ടിയർ വിങ്ങൾ അവിടെയുണ്ട്. അവരൊക്കെ അവിടെ പ്രവാസികൾ, ജോലിക്ക് വന്ന ആളുകളാണ്. അവരുടെ ജോലി സമയം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് ലീവ് എടുത്തുകൊണ്ട് ഹാജിമാർക്ക് ഖിദ്മത്ത് ചെയ്യാൻ വരുന്ന ആളുകളുണ്ട്. അവരുടെ ജോലിയേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യുന്നതിന് പ്രാർത്ഥന നൽകുന്ന ആളുകളുണ്ട്. നമുക്കറിയാം. അങ്ങനെയാണ് അത്രയും സേവന സന്നദ്ധരായ മനുഷ്യർ. സ്വന്തം വീടിന്റെ ചോർച്ച പരിഗണിക്കാതെ മറ്റുള്ളവരുടെ വീടിന് ചർച്ച ചെയ്യുന്ന മനുഷ്യർ. അതാണല്ലോ സേവനത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അങ്ങനെ മറ്റുള്ളവന് വേണ്ടി സേവനത്തിന്റെ പാത വെട്ടി തുറന്ന മനുഷ്യർ നിങ്ങളുടെ കൂടെയുണ്ട്. ഈ മീറ്റിംഗ് സംഘടിപ്പിച്ചും അത്തരം തനിമ വളണ്ടിയർമാരാണ്. തനിമ നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളെ ചേർത്ത് പിടിക്കുന്ന മനുഷ്യർ, അവർക്ക് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥന, ഒരു ഭൗതിക ലാഭവും അവർ പ്രതീക്ഷിക്കുന്നില്ല. നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ പ്രാർത്ഥനകളിലും വിശുദ്ധ സ്ഥലങ്ങളിൽ നിങ്ങളുടെ കണ്ണീരിൽ കുതുന്ന പ്രാർത്ഥനയിൽ ഒരു വരി അവർക്ക് വേണ്ടി നീക്കി വെക്കണം. ഹാജിമാർക്ക് ഖിദ്മത്ത് ചെയ്യുന്ന നമ്മുടെ സഹോദരന്മാർ സഹോദരിമാർക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരുടെ ആഖിബത്ത് അള്ളാഹു നന്നാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാവരുടെയും ആഖിബത്ത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ആഖിബത്തായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ സമ്പത്തിൽ, സന്താനങ്ങൾ, ഇടപാടുകൾ, ഭക്ഷണത്തിൽ, വസ്ത്രത്തിൽ, നമ്മുടെ പ്രവാസത്തിൽ, നമ്മൾ നിർവഹിക്കുന്ന ഹജ്ജ് എന്ന വിശുദ്ധ കർമ്മത്തിൽ അള്ളാഹു ഖൈറും ബറക്കത്തും വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل دعانا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم مع عبادك الصالحين وجندك الغالبين. وصل على النبي المصطفى وآله وأصحابه أجمعين. والسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. നന്ദി ശിഹാബ് സാഹിബ്, ജസാക്കല്ലാഹു ഖൈർ. നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുത്ത് ഇത്രയും നേരം നമ്മളോട് സംസാരിച്ച ശിഹാബ് സാഹിബിനും ഇത്രയും നേരം പരിപാടിയിൽ പങ്കെടുത്ത് വളരെ ക്ഷമാപൂർവ്വം ശ്രവിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. നിങ്ങളെല്ലാവരും ഉടനെ തന്നെ മിനായിലേക്ക് പുറപ്പെടുകയാണ്. അള്ളാഹു എല്ലാവരുടെയും ഹജ്ജ് സ്വീകരിക്കുമാറാവട്ടെ. യാതൊരു പ്രയാസവും കൂടാതെ ഹജ്ജ് ചെയ്ത് വളരെ സന്തോഷത്തോടു കൂടി തന്നെ വീടുകളിലേക്ക് തിരിച്ചെത്താൻ അള്ളാഹു ഏവർക്കും സൗഭാഗ്യം നൽകട്ടെ. ആമീൻ. മീറ്റിംഗ് അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.